ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിലെ ബില്ല് വെട്ടിക്കുറയ്ക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനത്തിൽ സമവായത്തിന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉപകരാറെടുത്തവരോട് ബിൽ തുക കുറയ്ക്കാൻ ആവശ്യപ്പെടും. ഓഡിറ്റർ തങ്ങളോട് വിവരങ്ങൾ തേടിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ദേവസ്വം കമ്മീഷണർക്ക് നേരത്തെ തന്നെ കത്ത് നൽകിയതായി കമ്പനി വ്യക്തമാക്കുന്നു. അതിനിടെ ചെലവ് കണക്കിൽ വ്യക്തത വരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ടാസ്ക് ഫോഴ്സ് ഇന്നു മുതൽ പരിശോധന ആരംഭിക്കും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. ഉമേഷ്, 4.99 കോടി രൂപ തരത്തുള്ളൂ എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ആ ചെലവ് എങ്ങനെ 7.8 കോടിക്ക് അടുത്തായി എന്ന് ഈ പറയുന്ന ഊരാളുകൾ പറയുന്നുണ്ടോ ഉമേഷ്? ഇത്തരത്തിൽ ഇപ്പോഴും ചെലവ് സംബന്ധിച്ചുള്ള കൃത്യമായ കണക്ക് ദേവസ്വം ബോർഡിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് ഊരാളുകളുടെ കീഴിലുള്ള IIIC കമ്പനിയാണ് ഈ കരാർ എടുത്തത്. കമ്പനി അത് പക്ഷേ നിലവിൽ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം, അതായത് 4.99 കോടി രൂപയിൽ കൂടുതൽ 1 രൂപ പോലും നൽകില്ല എന്നുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനം, അത് സമവായത്തിൽ തീർപ്പാക്കാനാണ് ഊരാളുകളുടെ തീരുമാനം. ഇത് സംബന്ധിച്ച് ഒരു ഉപകരാറുകൾ നൽകിയിരുന്നു. അതായത് പന്തൽ ജോലികൾക്ക്, ഭക്ഷണത്തിന്, ഇവയെല്ലാം ഈ ഉപകരാർ നൽകിയ കമ്പനികളുമായി ദേവസ്വം ബോർഡിന്റെ നിലപാട് അറിയിക്കും. അതായത് ദേവസ്വം ബോർഡ് തുക കുറച്ച് മാത്രമേ നൽകുകയുള്ളൂ, അതുകൊണ്ട് തന്നെ ബില്ല് കുറവ് വരുത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കും. ആ രീതിയിൽ ഉപകരാർ എടുത്തവർ ബില്ല് കുറയ്ക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അതനുസരിച്ച് പുതിയ ബില്ല് ദേവസ്വം ബോർഡിന് കൈമാറും. ആ അനുസരിച്ച് ഒരു ദേവസ്വം ബോർഡും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ IIICക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ സാധനത്തിന് 100 രൂപയാണ് ചെലവെങ്കിൽ, ഉമേഷ്, ഇപ്പോൾ ഒരു സാധനത്തിന് 100 രൂപയാണ് ചെലവെങ്കിൽ നമ്മൾ 100 രൂപയുടെ ബില്ല് ഇടുന്നു. അത് ഈ പറയുന്ന പോലെ അതിന് 10 രൂപ തരാൻ പറ്റത്തുള്ളൂ. എന്നാ ഓക്കെ, നമുക്ക് 10 രൂപ മതി എന്ന് പറയൽ സാധ്യമാണോ? അപ്പൊ മൊത്തത്തിൽ എന്തൊക്കെ ഉടായ്പ അതിലുണ്ട് എന്ന ആ ഭാഗത്തിൽ തന്നെ വ്യക്തമല്ലേ ഉമേഷ്? തീർച്ചയായും ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഓവർ റേറ്റഡ്, അതായത് ഉപകരാറുകൾ നൽകിയ ഘട്ടങ്ങളിൽ ഉപകരാർ നൽകിയ രേഖകൾ കൂടി ഞങ്ങൾ പരിശോധിക്കും, അതിനുവേണ്ടിയാണ് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. അതായത് IIIC കരാർ എടുക്കുന്നു, അതിനുശേഷം പല കമ്പനികൾക്കായി ഉപകരാർ നൽകുന്നു. അത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു കമ്പനി, അത് ഊരാളുകളുടെ കീഴിൽ തന്നെയുള്ള മറ്റൊരു കമ്പനിക്കാണ് ഉപകരാർ നൽകിയത്. ഈ ഉപകരാർ നൽകിയ നടപടിക്രമങ്ങൾ പരിശോധിക്കും, അതിന്റെ തുക പരിശോധിക്കും. അതിൽ തന്നെ ഈ ഭക്ഷണം, 4000-ലധികം പേർക്ക് ഭക്ഷണം നൽകി എന്ന് പറയുമ്പോഴും ഡെലിഗേറ്റിൽ അത്രത്തോളം പേർ വന്നിട്ടില്ല എന്നുള്ളൊരു വസ്തുത നിൽക്കുന്നു. ആ രീതിയിൽ ഈ ഉപകരാർ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കരാർ വ്യവസ്ഥകൾ വിശദമായി ഈ ദേവസ്വം ബോർഡ് പരിശോധിക്കും. ആ ഘട്ടത്തിൽ അത്തരം ഒരു പരിശോധനയിൽ കടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തുക കുറയ്ക്കേണ്ടി വരുമെന്നുള്ള ഒരു മുൻധാരണ ഒരാളുകളിലുമുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇനി ഒരു തർക്കത്തിലേക്ക് പോകേണ്ടതില്ല. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തർക്കത്തിലേക്ക് പോവുകയോ ഒരു നിയമ നടപടിയിലേക്ക് പോവുകയോ വേണ്ട എന്നാണ് നിലപാടെടുത്തിരിക്കുന്നത്. ഉപകരാർ നൽകിയവരുമായി ഒരുപാട് സർക്കാർ കരാറുകൾ കിട്ടുന്ന കമ്പനി കൂടിയാണ് ഊരാളുകൾ. അതുകൊണ്ട് അവർ നിയമ നടപടികളിലേക്ക് പോയി സർക്കാരിനെ ഉറപ്പിക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.